പറ. ഞാൻ അവന്റെ കാര്യം പറയാനായിട്ട് നിന്റെ അടുത്ത് വന്നപ്പോ നിനക്കത് കേൾക്കാൻ താല്പര്യമില്ല. ഇപ്പൊ നിനക്ക് അവന്റെ കാര്യം എന്നോട് പറയാനുണ്ട്. പറഞ്ഞോ, കേൾക്കാം. കുന്തം, എനിക്കൊന്നും പറയാനില്ല. ഞാൻ അവളോടാ പറഞ്ഞത്. അവക്ക് എന്തെങ്കിലും അറിയാണെങ്കിൽ നിങ്ങളോട് പറയാൻ. അവളെന്നിട്ട് എന്നോട് അങ്ങനെയല്ല പറഞ്ഞത്. അങ്ങനെയല്ല പറഞ്ഞത്. എന്താന്ന് അവളോട് ഒന്ന് ചോദിക്കേ. എന്നോട് എന്തെങ്കിലും ചോദിച്ചോണ്ടിരിക്കുക. അവൻ എന്ത് ചെയ്യാൻ പോയത്, അവൻ എന്ത് ബിസിനസ് ചെയ്യും, ഞാൻ എവിടുന്ന് പറയാനാന്നേ. വല്ല അറിയണമെങ്കിൽ അവളോട് ചോദിക്കേ. സിദ്ധു, സിദ്ധു, കുറച്ചുകൂടെ ആർക്കെ വിളിക്കുകയാണെങ്കിൽ അങ്ങ് മംഗലാപുരം വരെ കേൾക്കാം. അതിന് ഞാൻ സിദ്ധുവിനല്ല വിളിച്ചത്, ലച്ചുവിനെ വിളിച്ചത്. ലച്ചു, ലച്ചു, ഓ അതോടെ വരാത്തെ. എന്താ അച്ഛാ? പറ, എന്താണ് പറയാനുള്ളതെന്ന് പറഞ്ഞാ പറ. എന്ത്? മോക്ക് അച്ഛനോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു, അത് പറ. പറയച്ചോട് എന്താ പറയണെന്ന് വെച്ചാ? അല്ല, എന്ത് പറയണോ നീ പറഞ്ഞോ, എന്താണെങ്കിലും പറഞ്ഞോ, അച്ഛൻ കേട്ടോളാം. പറഞ്ഞോ, എന്താണ് പറയാനുള്ളത്, പറ. അത് വേറൊന്നുമല്ല അച്ഛാ. അച്ഛനെ കറക്റ്റ് സമയത്ത് മരുന്നും ഭക്ഷണവും ഒക്കെ കഴിക്കണം. അതുപോലെ തന്നെ നേരത്തെ കിടന്ന് ഉറങ്ങുകയും വേണം. ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണ്ടേ? പറയാനുണ്ടെന്ന് പറഞ്ഞത്. അല്ല അച്ഛാ, അതിൽ ചേച്ചി പറഞ്ഞാലും കാര്യമുണ്ട് കേട്ടാ. കാരണം ഈ ഉറക്കം എന്ന് പറയുന്നത് ഭയങ്കര ഒരു സംഭവമാണ്. നമ്മൾ ഈ ഉറക്കം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ അസുഖങ്ങളൊക്കെ നേരെ കയറി ഡബിൾ ആവും. അത് വിടുന്നത് അതല്ലെന്ന് അമ്മ പറഞ്ഞല്ലോ. സിദ്ധുവിനെ കുറിച്ച് എന്തോ പറയാനുണ്ടെന്ന്. ഞാൻ അവിടെ കിടപ്പുണ്ട്, ചോദിച്ചു നോക്ക്. ഇവിടെ പോയോ? ഇവിടെ ഉണ്ട്. തലം മാറി കളിക്കണം നീ. പറ, ലച്ചുവിന് പറയാൻ എന്താണുള്ളത് പറ. അതിനെന്തിനാ ഇങ്ങനെ ശബ്ദത്തിൽ സംസാരിക്കുന്നേ? ശബ്ദം താഴ്ത്തി സംസാരിക്കട്ടെ. അത് കുഴപ്പമൊന്നുമില്ല, ഇത് നമ്മുടെ വീടല്ലേ. അച്ഛൻ കേറ്റിപ്പിടി. ആഹാ, അല്ല പിന്നെ ഇതേ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാവാഞ്ഞിട്ടാണ്. നിന്റെ മോന് ബിസിനസ് ചെയ്ത് പരിചയമില്ല. അവൻ ഒഫീഷ്യൽ കാര്യങ്ങൾ ചെയ്തേ പരിചയമുള്ളൂ. ഇവൻ ഇനി ബിസിനസ്സിലേക്ക് ചെന്ന് അത് പഠിച്ച് അതിനകത്തേക്ക് കാശ് ഇറക്കി അതിന്റെ ലാഭവും നഷ്ടവും ഒക്കെ നോക്കി ഇതെന്ന് നേരെയാവാനാണ് എനിക്കറിഞ്ഞൂടാ. ഇതൊക്കെ എന്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? അല്ലെങ്കിൽ നിന്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മോളെ, ഞാൻ എവിടെ നിന്നാ ശരിയാവൂല. ഞാൻ പോവാണ്. അമ്മേനോട് പറഞ്ഞേരാ അച്ഛൻ പോയിന്ന്. എന്തോന്ന് ഇത് രണ്ടുപേരും പിള്ളേരെ പോലെ വഴക്കിടുന്നേ? സാധാരണ നിങ്ങൾ ഇങ്ങനെ വഴക്കിടാറില്ലല്ലോ. അഥവാ ഇനിയിപ്പോ വഴക്ക് ഇട്ടാൽ തന്നെ അച്ഛൻ ഒരു 10 മിനിറ്റ് പുറത്തു പോവും, എന്നിട്ട് കൂളായിട്ട് തിരിച്ചു വരും. അത് പിന്നെ ചേച്ചി അറിഞ്ഞൂടെ, ഇത് ഏത് വീട്? നമ്മുടെ വീടല്ലേ. എങ്ങനെ പോയാലും ഇവിടെ തല്ലുണ്ടാവൂലേ? എത്ര തല്ലുണ്ടാക്കണ വീടാണ്. എന്തായാലും മോളെ, ഇനി ഞാൻ ഇവിടെ നിന്നാ ശരിയാവില്ല. പിന്നെ നിന്റെ മകൻ ബിസിനസ് ചെയ്ത് പൊട്ടി എന്റെ മുമ്പിലെങ്ങാൻ വന്നാൽ എന്റെ വിശ്വരൂപം കാണേണ്ടി വരും. അപ്പൊ എങ്ങനെയാ, വ്രതം എടുത്തു തുടങ്ങല്ലേ? അല്ല, അച്ഛൻ വിശ്വരൂപം കാണിക്കുമെന്ന് പറഞ്ഞേക്കാണല്ലോ. ഒരു കാര്യമില്ല, എനിക്ക് തള്ളണ. டேய், இன்னைக்கு சப்பாத்தி முட்டைக்கறி வைக்க போறேன். രാത്രിയാ? ചപ്പാത്തിയാ? ചപ്പാത്തി. ചപ്പാത്തി എന്ന് പറയുമ്പോ ഏറെക്കുറെ പരുത്തി വരുമ്പോ എത്ര കനം കാണുമെന്ന് ഐഡിയ? நான் எப்பவும் பருத்துற மாதிரி தானேடா, தின்னா தானே இருக்கும். ഈ കനത്തിനാ? தின்னா தான் இருக்கும், எப்போ இருக்கிற மாதிரி தான் கேசு. അങ്ങനാണെങ്കിൽ ഒരു 7 എണ്ണം. 7 எண்ணமா? மொத்தமா 7 எண்ணம் போதுமா? എനിക്ക് 7 എണ്ണം. அது என்னடா புது விஷயமா? எப்பவுமே 7 எண்ணம் தானே நான் உனக்கு கொடுப்பேன். അല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ആളെണ്ണം കൂടുതലാണല്ലോ, അപ്പൊ പിന്നെ പറഞ്ഞ് എനിക്കുള്ള എണ്ണം കുറയണ്ടെന്ന് വിചാരിച്ചു. அப்படின்னா நீ சொல்லு, நம்ம எவ்வளவு சப்பாத்தி உண்டாக்கலாம்? അതൊരു എനിക്കൊരു 7 എണ്ണം ഇട്ടിട്ട് ബാക്കി എത്ര എണ്ണം ഉണ്ടാക്കിയോ? டேய், அப்படி சொல்லாம கரெக்டா கணக்கு சொல்லுடா. அப்படின்னா நான் கரெக்டா ബോളാ ഉണ്ടാക്കறேன். സംഭവം ചപ്പാത്തിയുടെ കാര്യം ഓക്കെയാണ്, പക്ഷെ ഈ മുട്ടക്കറി എന്നാലും അളിയന്റെ അച്ഛനും അമ്മയൊക്കെ വന്നല്ലേ, കുറച്ച് ഗ്രാൻഡ് ആക്കി പിടിക്കായിരുന്നു. ഒരു ചിക്കൻ കറിയൊക്കെ ആയിരുന്നെങ്കിൽ പൊളിച്ചേനെ. டேய், அப்படின்னா நீ ஒண்ணு செய், இப்பவே சிக்கன் கறி வேண்டாம், சிக்கன் வாங்கி கொடு. நான் அதை சமைக்கிறேன். என்ன சொல்ற? 20 நிமிஷம் போகுதுன்னா ஒரு சிக்கன் கறி ஆவறதுக்கு. இதெல்லாம் அரிஞ்சு எல்லாமே வச்சு இதெல்லாம் குக் செய்யறதுக்குள்ள ஒரு 3/4 மணி நேரம் இருந்தா பளிச்சுன்னு ചിക്കൻ കറി ഞാൻ വെച്ച് കൊടുക്കുறேன். അത് 20 നിമിഷം, പിന്നെ 3/4 മണി നേരം. ശരി, ചിക്കന്റെ കാര്യം ഞാൻ വേണമെങ്കിൽ ചേച്ചിയോട് സംസാരിച്ച് നോക്കാം. டேய்,